നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ ആത്മവിശ്വാസത്തിലാണ് അട്ടക്കുളങ്ങരയിലെ ജയിലിൽ ഗ്രീഷ്മ. അതായത് തന്റെ അഭിഭാഷകൻ തനിക്ക് വേണ്ടി ഹൈക്കോടതിയിലേക്ക് എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ഗ്രീഷ്മ. 38ാമത്തെ വയസ്സിലെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു അഹങ്കാരം തുടക്കം മുതൽ തന്നെ അവർക്കുണ്ടായിരുന്നുവെന്ന് നമ്മളിപ്പോൾ പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിന്റെ ആദ്യ ചുവടുവെപ്പാണ് കൊലക്കയറിൽ നിന്ന് ശിക്ഷാ ഇളവ് കിട്ടുന്നതിന് ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ഗ്രീഷ്മ എത്തിയിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേസിനുള്ള അപ്പീലിൽ ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ. കേസിലെ വിചാരണയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണം എന്നതാണ് ഹർജിയിലെ ആവശ്യം. ഗ്രീഷ്മയുടെ അഭിഭാഷകനും അതുപോലെ തന്നെ നിയമവിദഗ്ധരും ഉൾപ്പെടെ പറഞ്ഞിരുന്നു കൊലക്കേസിൽ നിന്ന് ഗ്രീഷ്മ കൂളായി ഊരിപ്പോരുമെന്ന്. അവരെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസം KR മീര വരെ സംസാരിച്ചല്ലോ. KR മീര ഇപ്പോൾ എയറിലാണ്. അതൊരു മറ്റൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കാം ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത്? ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകുമോ? ഇത്തരത്തിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ ഹൈക്കോടതി ആ കൊലക്കയർ എന്ന ശിക്ഷ അതിലൊരു ഇളവും കൊടുക്കരുത് എന്നാണ് കേരളത്തിന്റെ ആവശ്യം. നിയമ പോരാട്ടത്തിന് വേണ്ടി തന്റെ വീട് ഉൾപ്പെടെ വിറ്റ് ആ കാശുമായി തനിക്ക് നിയമം വിലക്കെടുക്കാൻ കഴിയും എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഗ്രീഷ്മയുള്ളത്. ചെയ്ത കുറ്റത്തെക്കുറിച്ച് അവർക്കിപ്പോഴും ഒരു പശ്ചാത്താപമില്ല. താൻ ചെയ്തത് ശരിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഗ്രീഷ്മ ചെയ്യുന്നത്. 11 ദിവസം ഒരാൾ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ നരകയാതന അനുഭവിച്ചതൊന്നും തനിക്കൊരു വിഷയമേ അല്ല. എനിക്ക് 38ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങണം, കല്യാണം കഴിച്ച് ജീവിക്കണം. ഇതാണ് ഗ്രീഷ്മയുടെ ആവശ്യം. എന്നാൽ ഗ്രീഷ്മയ്ക്കും കണക്ക് കൂട്ടാൻ കഴിയുന്നതിനപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചാൽ തന്നെ വർഷങ്ങളോളം ഇതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ഇതിന് ഹൈക്കോടതി ശിക്ഷയിൽ ഇളവ് കൊടുത്താലും ഷാരോണിന്റെ കുടുംബം അവർ സുപ്രീം കോടതിയെ സമീപിക്കും. വീണ്ടും ഈ കേസ് ഇഴച്ചിഴച്ച് കൊണ്ടുപോകും. എത്ര വർഷത്തോളം ഈ കേസുമായി നിയമ പോരാട്ടത്തിന് നടക്കേണ്ടി വരും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്ക് പ്രായമായ ആൾക്കാരാണ്. ഒരു പരിധിയിൽ കൂടുതലൊന്നും കേസുമായി അവർക്കും വർഷങ്ങളോളം ഇതിന് പിന്നിൽ നടക്കാൻ കഴിയില്ല. പിന്നീട് ഗ്രീഷ്മയ്ക്ക് വേണ്ടി ആര് ഉണ്ടാകും എന്നുള്ള ഒരു ചോദ്യം ഒരു വശത്തുണ്ട്. എന്നാൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ഇനി ഹൈക്കോടതിയിൽ പയറ്റാൻ പോകുന്നത് ഷാരോൺ ദുസ്വഭാവമുള്ള ഒരാളായിരുന്നു. ഷാരോണിന്റെ ടോക്സിക് സ്വഭാവം കൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിൽ ഒരു കൊടും പാതകം ചെയ്യേണ്ടി വന്നത്. ഇത്തരത്തോളം ഒരു ക്രൂര സംഭവത്തിലേക്ക് ഗ്രീഷ്മയെ വലിച്ചിഴച്ചത് ഷാരോൺ ആണ് എന്ന് തെളിയിക്കാനുള്ള നീക്കമാണ്. ഷാരോണിന്റെ ഭാഗം അത് വളരെ മോശപ്പെട്ടതാണ് എന്ന് തെളിയിക്കാനാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അയാൾ ലൈംഗിക അടിമയായിരുന്നുവെന്നും ലൈംഗികമായി ഗ്രീഷ്മയെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നും ഒക്കെ തെളിയിക്കാനുള്ള ഒരു നീക്കം. ഇത് മാത്രമല്ല, ടോക്സിക് സ്വഭാവമുള്ള ആളാണ് ഷാരോണെന്നും ഗ്രീഷ്മയെ ഉപദ്രവിച്ചിരുന്നുവെന്നും അത്തരത്തിലൊക്കെ കോടതിയിൽ തെളിയിക്കാനുള്ള നീക്കത്തിലേക്കാണ് അഭിഭാഷകൻ കടക്കാൻ പോകുന്നത്. ഇതുകൂടാതെ ഷാരോൺ ഇരുവരും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട വീഡിയോകൾ എടുത്തുവെച്ച് ഗ്രീഷ്മയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഒക്കെയാണ് കോടതിയിൽ ഗ്രീഷ്മയുടെ വക്കീൽ ഉയർത്താൻ പോകുന്ന വാദങ്ങൾ. നെയ്യാറ്റിൻകര കോടതിയിലും ഇതേ വാദങ്ങളൊക്കെ ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് തക്കതായ തെളിവുകളൊന്നും കോടതിയിൽ സമർപ്പിക്കാൻ ഗ്രീഷ്മയുടെ വക്കീലിന് കഴിഞ്ഞിരുന്നില്ല. അതിൽ ഏറ്റവും ഈ ഒരു വാദം ഉയർത്തിയപ്പോൾ തന്നെ നെയ്യാറ്റിൻകരയിലെ ജഡ്ജി പറഞ്ഞത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും അവസാന ശ്വാസമെടുക്കുന്ന ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറയാൻ ഷാരോൺ തയ്യാറായില്ല. അത്തരത്തിൽ ഒരു ടോക്സിക് സ്വഭാവമുള്ള ആളായിരുന്നു ഷാരോണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഗ്രീഷ്മയുടെ പേര് പറയുമായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്യാറ്റിൻകര കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാൻ ആളുടെ പ്രായമോ ലിംഗമോ ഒന്നും കണക്കാക്കുന്നില്ല. ഇവിടെ എനിക്ക് മുൻപിലുള്ളത് അവർ ചെയ്ത ക്രൈം മാത്രമാണ്. ഹൈക്കോടതിയും ഇതേ നിലപാട് സ്വീകരിച്ചാൽ ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകില്ല എന്ന് നിയമജ്ഞരും പറയുന്നുണ്ട്. ഹൈക്കോടതിയിലും ഗ്രീഷ്മ
പല അടവും പുറത്തെടുക്കും. അതിൽ പാവത്താൻ്റെ അടവായിരിക്കും ഇനി പയറ്റാൻ പോകുന്നത്. എനിക്ക് പഠിക്കണമെന്നും ഞാൻ റാങ്ക് ഹോൾഡർ ആണ് എന്നും നന്നായി പഠിക്കുന്ന ആളായിരുന്നു എന്നുമൊക്കെ ഹൈക്കോടതിയിലും തൻ്റെ പാവത്താൻ ഇമേജ് ഗ്രീഷ്മ പുറത്തെടുക്കും. പക്ഷേ ഗ്രീഷ്മ പഠിച്ച കള്ളിയാണ് എന്നുള്ളതിന് ഇതിലും വലിയ തെളിവുകളൊന്നും വേണ്ടല്ലോ. കൊടും കുറ്റകൃത്യം ചെയ്ത പ്രതി തനിക്കെതിരായ തെളിവുകൾ സ്വയം ചമയ്ക്കുകയാണ് എന്ന് പിടിക്കപ്പെടും വരെ അറിഞ്ഞിരുന്നില്ല എന്നാണ് വിധി പ്രസ്താവിക്കുമ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയത്. അതിസമർത്ഥമായി നടപ്പാക്കിയ കൊലപാതകമാണിതെന്നും യാതൊരു പ്രകോപനവും കൊലപാതകത്തിന് പിറകിൽ ഉണ്ടായിരുന്നില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നരകിച്ചാണ് ഷാരോൺ മരിച്ചത്. ആ വേദനയ്ക്കപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നും കോടതിക്ക് മുന്നിൽ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും ജഡ്ജി വ്യക്തമാക്കിയതിനു ശേഷമാണ് തൂക്കുകയർ വിധിച്ചത്. ഏതായാലും ഹൈക്കോടതിയിൽ ഇനി ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടുമോ? ഹൈക്കോടതിയുടെ നിലപാട് എന്താണ്? അതിൽ ഉറ്റുനോക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.